ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ഹിന്ദി ചാപ്റ്റർ 11 ജബ് സിനിമാനെ ബോൾന സീഖ. എഴുതിയിരിക്കുന്നത് പ്രദീപ് തിവാരി. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന സിനിമയായ ആലം ആരയെക്കുറിച്ചാണ്. വേ സബി സജീവ് ഹേ, സാസ് ലേ രഹേ ഹേ, 100% बोल रहे हैं, 78 मुर्दा इंसान जिंदा होगी, उनको बोलते बातें करते देखो. അതായത് ഇത് ആലം ആര എന്ന സിനിമയുടെ പോസ്റ്ററിലുള്ള ഒരു പരസ്യമാണ്. വേ സബി സജീവ് ഹേ, അവരെല്ലാവരും സജീവമാണ്. സാസ് ലഹരി, അവർ ശ്വാസം എടുക്കുന്നുണ്ട്. 100% അവർ സംസാരിക്കുന്നുണ്ട്. 78 മരിച്ച ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഇതെന്താണ്? ആലം ആര എന്ന സംസാരിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പം അതിൽ ആളുകളെ നമ്മൾ ലൈവായിട്ട് നമുക്കവർ പറയുന്നതും സംസാരിക്കുന്നതും അവർ ജീവിക്കുന്നതും കാണാം എന്നുള്ളത് അത് അന്നത്തെ കാലത്ത് ഒരു അത്ഭുതമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഇന്ന് അതൊരു സാധാ കാര്യമായിരിക്കും, പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു അത്ഭുതമായിരുന്നു. 14 मार्च 1931 की वह ऐतिहासिक तारीख भारतीय सिनेमा में बड़े बदलाव का दिन था. അതായത് 14 മാർച്ച് 1931 ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ ഒരുപാട് ചേഞ്ച് വന്നൊരു ദിവസമാണ്. ബദലാവ് എന്ന് വെച്ചാൽ ചേഞ്ച്. ഇസി ദിൻ പെഹ്ലി ബാർ ഭാരത് കെ സിനിമ നെ ബോൾന സീഖാ താ. ഈ ദിവസമാണ് ഭാരതത്തിലെ സിനിമ സംസാരിക്കാൻ പഠിച്ചത്. അതായത് ഭാരതത്തിൽ സംസാരിക്കുന്ന സിനിമ ഇറങ്ങിയത്. ഹാലാങ്കി വഹ് ദൗർ ഐസാ താ ജബ് മൂക് സിനിമ ലോക്പ്രിയത കെ ശിഖർ പർ താ. ഹാലാങ്കി എന്ന് വെച്ചാൽ ഹവോവർ. അതായത് ആ സമയത്ത് എന്താണ്, മൂക സിനിമകൾ ഒരുപാട് ലോകപ്രിയമായിരുന്നു. അത് അതിൻ്റെ പ്രശസ്തിയുടെ കൊടുമുടി നിൽക്കുമായിരുന്നു. കാര്യം ഒരുപാട് പേര് ഈ മൂക സിനിമകളുടെ ആരാധകരായിരുന്നു. അത് കാണാൻ ഒരുപാട് ആളുകൾ തിങ്ങി തിയേറ്ററുകളിൽ പോയിരുന്നു. पहली बोलती फिल्म जिस साल प्रदर्शित हुई उसी साल कई मूक फिल्में भी विभिन्न भाषाओं में बनी. ആദ്യത്തെ സംസാരിക്കുന്ന സിനിമ ഇറങ്ങിയ വർഷം തന്നെ മൂക ഫിലിമുകളും പല ഭാഷയിൽ നിർമ്മിക്കപ്പെട്ടു. മഗർ ബോൾത്തി ഫിൽമോ കാ നയാ ദൗർ ശുരു ഹോ ഗയ. പക്ഷേ അവിടെ സംസാരിക്കുന്ന സിനിമയുടെ ഒരു യുഗം തുടങ്ങുകയായിരുന്നു. കാര്യം സംസാരിക്കുന്ന സിനിമ വന്നപ്പോൾ പിന്നെ എല്ലാവർക്കും താല്പര്യം സംസാരിക്കുന്ന സിനിമകളിലോടായി. പഹലി ബോൾത്തി ഫിലിം ആലം ആര ബനാനെ വാലെ ഫിലിംകാർ തെ ആദിശ്യർ എം ഇരാനി. ആദിശ്യർ എം ഇരാനി എന്ന് പറയുന്ന ഫിലിം മേക്കർ ആയിരുന്നു ആദ്യമായിട്ട് ആലം ആര എന്ന ഫിലിം എടുത്തത്. ആദിശ്യർ ने 1929 में हॉलीवुड की एक बोलती फिल्म शो बॉट देखी और उनके मन में बोलती फिल्म बनाने की इच्छा जगी. അപ്പം 1929 ആർദേശിർ ഷോ ബോട്ട് എന്ന് പറയുന്ന സിനിമ കാണുകയും അതൊരു ഹോളിവുഡ് സിനിമയായിരുന്നു. അത് കണ്ടപ്പം ഭാരതത്തിലും ഇതേപോലെ ഒരു സിനിമ ഇറക്കണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ഉദിച്ചു. ഇച്ഛാ ജഗി എന്ന് വെച്ചാൽ ആഗ്രഹം ഉദിക്കുക. പാർസി രംഗമഞ്ച് की एक लोकप्रिय नाटक को आधार बनाकर उन्होंने अपनी फिल्म की पटकथा बनाई. പട്കഥ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ്. പാർസി തിയേറ്ററിൽ ഒരു ലോകപ്രിയമായിട്ടുള്ളൊരു നാടകത്തെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ഇസ് നാടകെ കൈ ഗാനെ ജ്യോ കെ ത്യോം ഫിൽം മേം ലേ ലിയേ ഗയേ. ഈ നാടകത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഫിലിമിൽ ഉപയോഗിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. एक इंटरव्यू में आदिश्यर ने उस वक्त कहा था, हमारे पास कोई संवाद लेखक नहीं था, गीतकार नहीं था, സംഗീതക്കാർ नहीं था. അപ്പോൾ ഈ സിനിമ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായപ്പോൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ആദിശ്യർ പറഞ്ഞതാണ്. എന്താണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ആ സമയത്ത് സംവാദ് ലേഖക്, അതായത് ഡയലോഗ് റൈറ്റർ ഇല്ലായിരുന്നു, പാട്ട് പാടുന്നവരില്ലായിരുന്നു, സംഗീതക്കാരില്ലായിരുന്നു, സംഗീതം നൽകാനുള്ളവരില്ലായിരുന്നു. കാര്യം അതൊക്കെ ആദ്യത്തെ ഒരു സംരംഭമാണ്. അപ്പം ഈ ഡയലോഗ് റൈറ്റേഴ്സിനും പാട്ടുകാർക്കും ഒന്നും അതുവരെ സിനിമയ്ക്കകത്ത് ഒരു റോളും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ടീമിനെ, ഒരു ക്രൂവിനെ അദ്ദേഹത്തിന് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതൊന്നും സിനിമയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലായിരുന്നു.
इन सब की शुरुआत होनी थी, ഇതെല്ലാം തുടങ്ങേണ്ടിയിരുന്നു. आदेश ने फिल्म के गानों के लिए स्वयं ही धुनी चुनी. ധുനി എന്ന് വെച്ചാൽ ട്യൂൺസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫിലിമിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം തന്നെ ട്യൂൺ ഉണ്ടാക്കി. फिल्म के संगीत में महज 3 वाक तबला, हारमोनियम और वायलिन का इस्तेमाल किया गया. തബലയുടെയും ഹാർമോണിയത്തിൻ്റെയും വയലിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ് ഈ ഫിലിമിൻ്റെ സംഗീതത്തിന് വേണ്ടി ചെയ്തു. आलम आरा में संगीतकार या गीतकार में स्वतंत्र रूप से किसी का नाम नहीं डाला गया. ഈ സിനിമയിൽ സംഗീതജ്ഞരെന്നോ പാട്ടുകാരെന്നോ ഒക്കെ പറഞ്ഞൊരു പ്രത്യേക പേരിലൊന്നും ആരുടെ ഇല്ലായിരുന്നു. അത് അഭിനയിക്കുന്നവരൊക്കെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. इस फिल्म में पहले पार्श्व गायक बने WM ഖാൻ. അപ്പം ഇതിനകത്ത് ആദ്യത്തെ പ്ലേബാക്ക് സിംഗറായിരുന്നു എന്ത് WM ഖാൻ. पहला गाना था दे दे खुदा के नाम पर प्यारे अगर देने की ताकत है. അതായിരുന്നു ആ പാട്ടിൻ്റെ വരികൾ. आलम आरा का संगीत उस समय डिस्क फॉर्म में रिकॉर्ഡ് नहीं किया जा सका. അപ്പോൾ അതിൻ്റെ സംഗീതം ഡിസ്ക് ഫോമിലൊന്നും അന്ന് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. फिल्म की शूटिंग शुरू हुई तो साउंड के कारण ही इसकी शूटिंग रात में करनी पड़ती थी. അപ്പോൾ ഫിലിമിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയപ്പം അതിൻ്റെ സൗണ്ട് കാരണം, അതായത് മറ്റൊന്നും സൗണ്ട് ഇല്ലായിരുന്നല്ലോ ഇത്രയും നാളും, സൗണ്ട് കാരണം അത് രാത്രിയിൽ ചെയ്യേണ്ടി വന്നു. मूग युग की अधिकतर फिल्मों को दिन के प्रकाश में शूट कर लिया जाता था. മൂക സിനിമകളാണെങ്കിൽ അത് കൂടുതലും പകലത്തെ പ്രകാശത്തിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റായിരുന്നു. मगर आलम आरा की शूटिंग रात में होने के कारण इसमें कृत्रिम प्रकाश व्यवस्था करनी पड़ी. പക്ഷെ ആലം അര രാത്രി ഷൂട്ട് ചെയ്തത് കാരണം അതിനകത്ത് കൃത്രിമ പ്രകാശത്തിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യേണ്ടി വന്നു. यही से प्रकाश प्रणाली बनी जो आगे फिल्म निर्माण का जरूरी हिस्सा बनी. हिस्सा എന്ന് വെച്ചാൽ പാട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് വന്ന സിനിമകളിലെ ഒരു പ്രധാന പാർട്ട് ആയി. आलम आरा ने भविष्य के कई स्टार और तकनीशियन को दिए ही. आदेश की कंपनी तक ने भारतीय सिनेमा के लिए 150 से अधिक मूक और लगभग 100 फिल्में बनाई. അതായത് ആലം അരയുടെ നിന്നും ഒരുപാട് ടെക്നീഷ്യന്മാർക്കും ഒക്കെ ഭാവിയിൽ ഒരുപാട് ടെക്നീഷ്യന്മാരെയൊക്കെ അവർ ആലം അര പ്രൊഡ്യൂസ് ചെയ്തു. സ്റ്റാറുകളെയും പിന്നെ ടെക്നീഷ്യന്മാരെയൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തു. ആദേശിൻ്റെ കമ്പനിയിൽ നിന്ന് എന്താണ് 150-ലധികം മൂക സിനിമകളും ഏകദേശം 100 സംസാരിക്കുന്ന സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആലം ആര ഫിലിം അറേബ്യൻ നൈറ്റ്സ് ജയ്സി ഫാൻറ്റസി തീ. ആലം ആര അറേബ്യൻ നൈറ്റ് പോലുള്ള ആ രീതിയിലുള്ളൊരു ഫാൻറ്റസി കഥയായിരുന്നു. ഫിലിം ने हिंदी उर्दू के मेल वाली ഹിന്ദുസ്ഥാനി ഭാഷാക്കോ ലോക്പ്രിയ ബനായ. ഈ ഫിലിമിലൂടെ ഹിന്ദിയും ഉറുദുവും കൂടെ മിക്സാക്കി ഒരു ഹിന്ദുസ്ഥാനി ഭാഷ പ്രചാരത്തിൽ കൊണ്ടുവന്നു. ഇസ്മേം ഗീത് സംഗീത് തഥാ നൃത്യക്കെ അനോഖെ സംയോജൻ തേ. ഇതിനകത്ത് പാട്ടിൻ്റെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും എല്ലാം ഒരു പ്രത്യേക ഒരു യോജിപ്പായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഫിലിം കെ നായിക ജുബൈദ തീ. नायक थे विठल. वे उस दौर के सर्वाधिक पारिश्रमिक पाने वाले स्टार थे. उनके चयन को लेकर भी एक किस्सा काफ़ी चर्चित है. അപ്പം ആ സിനിമയിലെ നായിക ജുബൈദയായിരുന്നു, നായകൻ വിഠലായിരുന്നു. അവർ നല്ല പരിശ്രമിക്കുന്ന സ്റ്റാറുകളായിരുന്നു. ചയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ. അപ്പം ഇവരുടെ ഈ നായിക നായന്മാരെ സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ചും ഒരു കഥ നിലവിലുണ്ട്. കിസ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ. വിട്ടൽ കോ ഉറുദു ബോൾനെ മേ മുഷ്കിൽ ആത്തി തീ. വിട്ടലിന് ഉറുദു സംസാരിക്കാൻ ഒരുപാട് പാടായിരുന്നു. പഹലെ ഉൻകാ ബത്തൗർ നായക് चयन किया गया, मगर इसी कमी के कारण उन्हें हटाकर उनकी जगह महबूब को नायक बना दिया गया. അപ്പം ഈ വിട്ടലിന്
ഉറുദു നല്ലോണം സംസാരിക്കാൻ അറിയാത്ത കാരണം ആദ്യം അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹത്തെ മാറ്റി മെഹബൂബ് എന്ന് പറയുന്ന ഒരു നായകനെ കൊണ്ടുവന്നു. വിഠാൽ നാരാസ് ഹോ ഗയെ और अपना हक पाने के लिए उन्होंने मुकदमा कर दिया. നാരാസ് ഹോന എന്ന് വെച്ചാൽ പിണങ്ങുക, മുക്കദമ എന്ന് വെച്ചാൽ കോർട്ട് കേസ്. അപ്പോൾ വിഠൽ ഈ അദ്ദേഹത്തെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിൻ്റെ നായകനാകാൻ വേണ്ടി അദ്ദേഹം ഒരു കോർട്ട് കേസ് ഫയൽ ചെയ്തു. उस दौर में उनका मुकदमा मोहम्मद अली जिन्ना ने लड़ा, जो तब के मशहूर वकील हुआ करते थे. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കേസ് വാദിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന ആ സമയത്ത് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിഠൽ മുക്കദമ ജീത്തെ और भारत की पहली बोलती फिल्म के नायक बने. വിഠൽ കോർട്ട് കേസൊക്കെ വിൻ ചെയ്ത് ഭാരതത്തിൽ ആദ്യത്തെ സംസാരിക്കുന്ന സിനിമയിലെ നായകനായി. ഉൻകി കാമയാബി ആകെ ബി ജാരി രഹി. കാമയാബി എന്ന് വെച്ചാൽ കഴിവ്. അദ്ദേഹത്തിൻ്റെ കഴിവ് മുന്നോട്ട് വീണ്ടും അദ്ദേഹം അതുകൊണ്ട് കഴിവ് പ്രദർശിപ്പിച്ചു. मराठी और हिंदी फिल्मों में वे लंबे समय तक नायक और स्टंटमैन के रूप में सक्रिय थे. അതായത് മറാഠി സിനിമയിലും ഹിന്ദി സിനിമയിലും ഒക്കെ അദ്ദേഹം ദീർഘകാലം നായകനായിട്ടും സ്റ്റണ്ട്മെന്നായിട്ടും എല്ലാം വർക്ക് ചെയ്തു. इसके अलावा आलम आरा में सोहराब मोदी, पृथ्वीराज कपूर, याकूब और जगदीश सेठी जैसा अभिनेता भी मौजूद रहे. आगे चलकर जो फिल्मोद्योग में प्रमुख स्तंभ बने. ഇതുകൂടാതെ ആലമരയിൽ സൊഹ്റാബ് മോദി, പൃഥ്വിരാജ് കപൂർ, യാക്കൂബ്, ജഗദീഷ് സേഠി എന്നീ അഭിനേതാക്കളും വർക്ക് ചെയ്തു. അവരെല്ലാം പിന്നീട് ഭാവിയിലെ ഫിലിമിൽ തന്നെ ഒരു വലിയ സ്റ്റാറുകളായി മാറി. പ്രമുഖ സ്തംഭം എന്ന് വെച്ചാൽ അവിടുത്തെ പില്ലേഴ്സ് തന്നെ ആയി മാറി. यह फिल्म 14 मार्च 1931 को मुंबई के മെജസ്റ്റിക് സിനിമ में प्रदर्शित हुई. ഫിലിം അതായത് 14 മാർച്ച് 1931 ഈ സിനിമ മെജസ്റ്റിക് സിനിമയിൽ പ്രദർശിപ്പിച്ചു. फिल्म 8 सप्ताह तक हाउसफुल चली और भीड़ इतनी उमड़ती थी कि पुलिस के लिए नियंत्रण करना मुश्किल हो जाया करता था. ഈ ഫിലിം 8 സപ്താഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആഴ്ച. വീടെന്ന് വെച്ചാൽ ക്രൗഡ്. അപ്പോൾ 8 ആഴ്ചയോളം ഈ സിനിമാ തിയേറ്ററിൽ ഭയങ്കര ക്രൗഡായിരുന്നു. അവരെ നിയന്ത്രിക്കാൻ പോലീസ് ഒരുപാട് കഷ്ടപ്പെട്ടു. समीक्षकों ने इसे भड़कीली फैंटेसी फिल्म करार दिया था, मगर दर्शकों के लिए यह फिल्म एक अनोखा अनुभव थी. സമീക്ഷക് എന്ന് വെച്ചാൽ ഫിലിം റിവ്യൂവേഴ്സിന് ഇതൊരു ഫാൻറ്റസി പോലെ ഒരു ഫിലിമായിട്ടാണ് അവർ റിവ്യൂ ചെയ്തത്. പക്ഷേ ആളുകൾക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു, ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഈ സിനിമ. यह फिल्म 10,000 फुट लंबी थी और इसे 4 महीनों की कड़ी मेहनत से तैयार किया गया था. ഈ ഫിലിം 10,000 ഫുട്ട് നീളം ഉണ്ടായിരുന്നു ഈ ഫിലിമിന്. അത് ഒരു 4 മാസത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് അതെല്ലാം ഉണ്ടാക്കിയെടുത്തത്. 4 മാസത്തെ അധ്വാനം ഉണ്ടായിരുന്നു അതിനകത്ത്. सवाक फिल्मों के लिए पौराणिक कथाओं, पारसी रंगमंच के नाटकों, अरबी प्रेम कथाओं को विषय के रूप में चुना गया. അങ്ങനെ സംസാരിക്കുന്ന സിനിമകൾക്ക് പൗരാണിക കഥകളും പാർസി തിയേറ്ററിലെ നാടകങ്ങളും അറബിക് ലവ് സ്റ്റോറികളും എല്ലാം വിഷയമായി. इनके अलावा कई सामाजिक विषयों वाली फिल्में भी बनी. അങ്ങനെ സോഷ്യൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളും ഇതുകൂടാതെ ഉണ്ടായി. ऐसी ही एक फिल्म थी खुदा की शान. इसमें एक किरदार महात्मा गांधी जैसा था. इसके कारण सवाक सिनेमा को ब्रिटिश प्रशासकों की तीखी नजर का सामना करना पड़ा. खुदा की शान എന്ന് പറയുന്ന സിനിമയിലെ ഒരു കഥാപാത്രം, കിർദാർ എന്ന് വെച്ച ക്യാരക്ടർ, കഥാപാത്രം മഹാത്മാഗാന്ധിയുമായിട്ട് ഒരു സാമ്യം ഉണ്ടായിരുന്നു. ഇസ്കെ കാരണം അതുകൊണ്ട് സവാക് സിനിമക്കോ, ഈ സംസാരിക്കുന്ന സിനിമകളെ ബ്രിട്ടീഷുകാർ എപ്പോഴും ഒരു സംശയദൃഷ്ടിയോടെ, തീക്കിനസ് എന്ന് വെച്ചാൽ ഷാർപ്പ് ഐസ്, അപ്പം അതിൻ്റെ മീനിങ് എന്താണ്, ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് അവർ
നോക്കിക്കണ്ടിരുന്നത്. सवाक सिनेमा के लिए दौर की शुरुआत कराने वाले निर्माता निर्देशक आदेशिर इतने विनम्र थे कि जब 1956 में आलम आरा के प्रदर्शन के 25 वर्ष पूरे होने पर उन्हें सम्मानित किया गया और उन्हें भारतीय सवाक फिल्मों का पिता कहा गया, तो उन्होंने उस मौके पर कहा था, मुझे इतना बड़ा किताब देने की जरूरत नहीं है, मैंने तो देश के लिए अपने हिस्से का जरूरी योगदान दिया है. ഒരു നീണ്ട സെന്റൻസ് ആണ്. അപ്പം നമുക്കത് പറയാം. സവാക് സിനിമ എന്ന് വെച്ചാൽ സംസാരിക്കുന്ന സിനിമ. അപ്പം അത് തുടങ്ങി വെച്ച നിർമ്മാതായും നിർദ്ദേശക്കും എല്ലാം ആരായിരുന്നു? അർദേശിൽ ആയിരുന്നു, ശ്രീ അർദേശിലായിരുന്നു. അപ്പം അദ്ദേഹം വളരെ വിനയമുള്ള ആളായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം എന്താണ്? 1956 ആലമരയുടെ എന്താണ് 25 പ്രദർശനത്തിൻ്റെ 25 വാർഷികം, പ്രദർശൻ കെ 25 വർഷ പൂരെ ഹോയെ, അത് കംപ്ലീറ്റ് ആയപ്പോൾ സമ്മാനിത് കരണം എന്ന് വെച്ചാൽ ആദരിക്കുക, ഇതിൻ്റെ ഫിൽം മേക്കറിനെ ആദരിക്കാനായിട്ട് വിളിച്ചു ഒരു സമ്മേളനം കൂട്ടി. അത് ആദരിക്കുന്ന യോഗത്തിൽ വെച്ച് ശ്രീ ആദേശിനെ ഭാരതീയ സവാക് ഫിൽമോ കാ പിത, അതായത് ഭാരതീയത്തിന്റെ സംസാരിക്കുന്ന സിനിമയുടെ പിതാവ് എന്ന് വിളിച്ചു. അപ്പോൾ തോ ഉൻഹോനെ ഉസ് മൗക്കെ പർ കഹാ, മൗക്കെ എന്ന് വെച്ചാൽ അവസരം, ആ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, മുझे इतना बड़ा किताब देने की जरूरत नहीं है. കിതാബ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ തരേണ്ട ആവശ്യമില്ല. मैंने तो देश के लिए अपने हिस्से का जरूरी योगदान दिया है. ഞാൻ രാജ്യത്തിന് വേണ്ടി എൻ്റെ പാർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. जब पहली बार सिनेमा ने बोलना सीख लिया, सिनेमा का काम करने के लिए पढ़े लिखे अभिनेता अभिनेत्रियों की जरूरत भी शुरू हुई, क्योंकि अब संवाद भी बोलने थे. सिर्फ अभिनय से काम नहीं चलने वाला था. അപ്പം ആദ്യമായിട്ട് സംസാരിക്കുന്ന സിനിമ ഉണ്ടായപ്പോൾ ഇതിനകത്തെ അഭിനേതാക്കൾ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായി വന്നു. കാര്യം എന്താ? അവർക്കിപ്പോൾ ഇതിനകത്ത് ഡയലോഗ്സ് ഉണ്ട്. അപ്പം വെറുതെ അഭിനയിച്ചത് കൊണ്ട് മാത്രം പറ്റത്തില്ല, അവർക്ക് ഡയലോഗ്സ് പറയാൻ പറ്റണം. അപ്പം അത് എഴുതാനും വായിക്കാനും അറിഞ്ഞാലല്ലേ അവർക്ക് ഡയലോഗ്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. मूक फिल्मों के दौर में तो पहलवान जैसे शरीर वाले, स्टंट करने वाले और उछल कूद करने वाले अभिनेताओं से काम चल जाया करता था. അപ്പം മൂക സിനിമയ്ക്കകത്ത് നല്ല ഒരുപാട് ശരീരമുള്ള പഹൽവാനും സ്റ്റണ്ട്മാനും അതുപോലെ കുത്തിമറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരു പരുവം നടന്നു പോകുമായിരുന്നു. अब उन्हें संवाद बोलना था और गायन की प्रतीक्षा की कद्र भी होने लगी थी. ഇപ്പോൾ പക്ഷേ അവർക്ക് സംസാരിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പാട്ട് പാടുന്ന കഴിവും അവർക്ക് പ്രദർശിപ്പിക്കേണ്ടതായിട്ട് വന്നു. इसलिए आलम आरा के बाद आरंभिक सवाक दौर की फिल्मों में कई गायक अभिनेता बड़े पर्दे पर नजर आने लगे. बड़े पर्दे എന്ന് വെച്ചാൽ ബിഗ് സ്ക്രീൻ. അങ്ങനെ സംസാരിക്കുന്ന സിനിമയിൽ ഗായകരായ അഭിനേതാക്കളും ബിഗ് സ്ക്രീനിൽ വരാൻ തുടങ്ങി. ഹിന്ദി ഉർദു ഭാഷാവോ കാ മഹത്വ ബഡ. ഹിന്ദി ഉർദു ഭാഷകളുടെ മഹത്വം വളർന്നു. സിനിമ में देह और तकनीक की भाषा की जगह जन प्रचलित बोलचाल की भाषाओं का दाखिला हुआ. അങ്ങനെ സിനിമയിൽ പാരമ്പര്യമായുള്ള ആ ഒരു ഭാഷയ്ക്ക് പകരം എന്താണ് ബോലികളും എല്ലായിടത്തും സംസാരിക്കുന്ന പല പല ഭാഷകളും വരാൻ തുടങ്ങി. ദാഖില എന്ന് വെച്ചാൽ അഡ്മിഷൻ, അങ്ങനെയുള്ള ഭാഷകളെയും കൂടെ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. സിനിമ ജാദാ ദേശി ഹുവി, അതിന് കൂടുതൽ ദേശീയത കൈവരിച്ചു. അതായത് എല്ലാവരുടെയും കൾച്ചറും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സിനിമകൾ ഇറങ്ങാൻ തുടങ്ങി. एक तरह की नई आज़ादी थी जिससे आगे चलकर हमारे दैनिक और सार्वजनिक जीवन का प्रतिबिंब फिल्मों में बेहतर होकर उभरने लगे. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്രീഡമാണ് നമുക്ക് കിട്ടിയത്. എന്താണ്? മുന്നോട്ട് പോകും തോറും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും നമ്മുടെ സോഷ്യൽ ലൈഫിലും ഉണ്ടാകുന്ന പല കാര്യങ്ങൾ സിനിമകളിലൂടെ പ്രതിബിംബിക്കാൻ തുടങ്ങി, സിനിമകളിലൂടെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. अभिनेताओं अभिनेत्रियों की लोकप्रियता का असर उस दौर के दर्शकों पर भी खूब पड़ रहा था. ഇതുകൂടാതെ
അഭിനയിക്കുന്നവരുടെയും നായകന്മാരുടെയും അല്ല മറ്റു നടിമാരുടെയും നടന്മാരുടെയും എല്ലാം അവരുടെ ഒരു പ്രഭാവവും കൂടെ ആളുകളിൽ വരാൻ തുടങ്ങി. അതിനൊരു എക്സാമ്പിളാണ് ഇനി പറയാൻ പോകുന്നത്. മാധുരി നാം കി ഫിലിം മീം നായിക സുലോചന കി ഹെയർ സ്റ്റൈൽ ഉസ് ദൗർ മീം ഔറത്തോ മീം ലോക്പ്രിയ തി. ആ സമയത്ത് മാധുരി എന്ന് പറയുന്ന സിനിമയിലെ നായികയായ സുലോചനയുടെ ഹെയർ സ്റ്റൈല് ആ കാലത്തെ സ്ത്രീകളുടെ ഇടയിൽ ഭയങ്കര പ്രശസ്തിയിലായിരുന്നു. അവരൊരുപാട് അത് അഡ്മയർ ചെയ്തിരുന്നു. അവർ തോ അപ്നി കേശ് സജ്ജ ഉസി തരഹ് കർ രഹി തി. ആർദേശ്വർ ഇറാനി കി ഫിലിം, അതായത് ആ സമയത്ത് ലേഡീസ് എല്ലാം ശ്രീമതി സുലോചന തലമുടി കെട്ടുന്നത് പോലെയായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. ആർദേശ്വർ ഇറാനി കി ഫിലിമോ മേ ഭാരതി കെ അലാവ ഇറാനി കലാകാരോ ने भी अभिनय किया था. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഭാരതീയരെ കൂടാതെ ഇറാനിയൻ അഭിനേതാക്കളും ഇറാനിയൻ കലാകാരന്മാരും അഭിനയിച്ചിരുന്നു. സ്വയം ആലം ആര ഭാരത് കെ അലാവ ശ്രീലങ്ക, ബർമ്മ और പശ്ചിം ഏഷ്യ में പസന്ത് की गई. ഇതുകൂടാതെ ശ്രീലങ്കയിലും ബർമയിലും പശ്ചിമേഷ്യയിലും എല്ലാം ആലമാര ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവിടെയും ഇതിൻ്റെ പ്രശസ്തി വന്നു. भारतीय सिनेमा के जनक फाल्के को सबाक सिनेमा के जनक अर्देश्वर ईरानी की उपलब्धि को अपनाना ही था, क्योंकि वहाँ से सिनेमा का एक नया युग शुरू हो गया. ഉപലബ്ധി എന്ന് വെച്ചാൽ അവൈലബിലിറ്റി. ഇത് നമ്മുടെ ഭാരതീയ സിനിമയുടെ പിതാവെന്ന് പറയുന്നത് ഫാൽക്കെ, അതായത് ദാദാ സാഹിബ് ഫാൽക്കെയാണ്. അപ്പം അതേപോലെ തന്നെ ശ്രീ ആദേശറിനെ നമ്മൾ അദ്ദേഹത്തിനെയും നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യണം. അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയും കൂടെ ആ ഒരു ഇതിൽ നമുക്കൊരു സംസാരിക്കുന്ന സിനിമ അവൈലബിൾ ആക്കിയത് കൊണ്ടാണ് നമ്മുടെ സിനിമ ഹിസ്റ്ററിയിൽ ഒരു പുതിയ യുഗം തുടങ്ങിയത്. അപ്പം ഈ പാഠം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.